ഒരു ഫരീസേനും ചുങ്കക്കാരനും വന്ന് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നു. അവിടെ യേശു നമ്മളോട് വ്യക്തമായിട്ട് ഒരു കാര്യം പറയാണ്. ഫരീസേൻ എന്താണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഫരീസേൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു, പലതും ചെയ്തു എന്ന് ഇത് ദൈവത്തിന് അറിയാം. എന്നാൽ ഈ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്താണ്? ചുങ്കക്കാരനും ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുകയാണ്, ദൈവത്തോട് കരുണയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈശോ പറയുന്നതാണ്, നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറയണ്ട, മറിച്ച് നമ്മളിനി എന്ത് ചെയ്യണം. ഇപ്പോൾ തെറ്റിൽ വീണ വ്യക്തിക്ക് മാപ്പപേക്ഷിക്കാം, കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ഒപ്പം ഒരു കാര്യവും കൂടി പ്രാർത്ഥിക്കണം. എന്താണ്? കർത്താവെ, ഇനിയും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനുള്ള കൃപയാൽ നിറയ്ക്കണം. അപ്പോൾ ദൈവത്തോട് പറയാനുള്ളത് തെറ്റേറ്റ് പറയുക, മാനസാന്തരപ്പെടുക, ഇനി ഞാൻ അത് ആവർത്തിക്കില്ല. അതാണ് പ്രാർത്ഥന. അതുകൊണ്ട് അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കുന്നവരാകാം. ദൈവം നമ്മളെ വഴി നടത്തുമ്പോൾ ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. അത് ദൈവം കൃത്യമായി ചെയ്തോളൂ. നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വിശദീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.